റഷ്യ യുക്രൈൻ യുദ്ധം ഏതു വിധേനയും തീർക്കാനുള്ള തത്രപ്പാടിലാണ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും. ഈ സാഹചര്യത്തിൽ പുടിൻ ഇത് തീർക്കാനായി ഹംഗറിയിലേക്ക് എത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതേസമയം പുടിൻ ഹംഗറിയിലേക്ക് എത്തുമ്പോൾ പുടിൻ കൊല്ലപ്പെടുമോ അല്ലെങ്കിൽ പുടിനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഹംഗറിയിലെത്താൻ പുടിന് കഴിയുമോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. അലാസ്കയിൽ നടക്കുന്ന ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പോഴിതാ പുതിയൊരു നീക്കം നടത്തിയിരിക്കുന്നു. വ്ളാഡിമിർ പുടിൻ യുക്രൈൻ സംഘർഷത്തിന് സാധ്യമായ ഒരു പരിഹാരം ചർച്ച ചെയ്യുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അടുത്ത ലക്ഷ്യസ്ഥാനമായ ഹംഗറി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നിരുന്നാലും സ്ഥലം തിരഞ്ഞെടുക്കുന്നത് ഒരു കോളിളക്കം ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം സിദ്ധാന്തത്തിൽ അന്താരാഷ്ട്ര അറസ്റ്റ് വാറന്റ് നേരിടുന്ന പുടിൻ ഹംഗറിയിൽ ഇറങ്ങുന്ന നിമിഷം തന്നെ തടവിലാക്കപ്പെടണം. അതായത് പുടിൻ ഇപ്പോൾ ഒരു ആഗോള ഭീകരനാണ് അല്ലെങ്കിൽ ഒരു ലോക കുറ്റവാളിയാണ്. ആ പുടിൻ ഹംഗറിയിലേക്ക് എത്തിയാൽ പുടിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് തിയറി. അപ്പോൾ പുടിൻ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ അത്തരമൊരു കാഴ്ച സംഭവിക്കാൻ സാധ്യതയില്ല. അതിനു മുമ്പ് യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾക്കൊപ്പം നിരവധി പ്രായോഗികവും നിയമപരവുമായിട്ടുള്ള തടസ്സങ്ങൾ മറികടന്ന് പുടിനെ ആദ്യം ബുഡാപെസ്റ്റിൽ എങ്ങനെ എത്തിക്കാമെന്ന് ക്രെംലിൻ കണ്ടെത്തേണ്ടതുണ്ട്. യുക്രൈനാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. എന്തായാലും പുടിൻ അറസ്റ്റ് വാറണ്ട് ഫേസ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. യുദ്ധ കുറ്റകൃത്യങ്ങൾ ആരോപിച്ചും യുദ്ധസമയത്ത് യുക്രൈനിയൻ കുട്ടികളെ നിയമവിരുദ്ധമായി നാടുകടത്തിയതിനും 2023 പുടിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ് പ്രശ്നത്തിന്റെ കേന്ദ്ര ബിന്ദു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്നാൽ ICCക്ക് ഒരു പോലീസ് സേനയോ ഏജൻസിയോ ഇല്ലാത്തതിനാൽ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല. അറസ്റ്റ് വാറണ്ടുകൾ നടപ്പിലാക്കുന്നതിന് അംഗരാജ്യങ്ങളുടെ സഹകരണം വേണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹംഗറി, സെർബിയ, റൊമാനിയ തുടങ്ങിയ അയൽക്കാരും റഷ്യൻ പ്രസിഡന്റിന്റെ വിമാനം അവരുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാങ്കേതികമായി ബാധ്യസ്ഥരാണ്. പുടിനെ അറസ്റ്റ് ചെയ്യാൻ ജർമ്മനി ഇതിനോടകം തന്നെ ഹംഗറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും പുടിനെ കൈകൂപ്പി തടവിലാക്കുന്നത് കാണുന്ന അത്തരമൊരു സ്വപ്നം വെറും വിദൂര സ്വപ്നം മാത്രമാണ് എന്നാണ് ലോകരാജ്യങ്ങളും റഷ്യയും പറയുന്നത്. ICC സ്ഥാപിച്ച 1998 റോം സ്റ്റാറ്റ്യൂട്ടിൽ ഹംഗറി ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ അടുത്തിടെ അതിൽ നിന്ന് പിന്മാറാനും തീരുമാനിച്ചിട്ടുണ്ട്. ICCയിൽ നിന്നുള്ള പിൻവലിക്കൽ നടപടികൾ ഏപ്രിലിൽ ആരംഭിച്ചുവെങ്കിലും മുഴുവൻ പ്രക്രിയയും പ്രാബല്യത്തിൽ വരാൻ 1 വർഷമെങ്കിലും എടുക്കും. അതിനാൽ സാങ്കേതികമായി പുടിനെ അറസ്റ്റ് ചെയ്യാൻ ഹംഗറി ഇപ്പോഴും ബാധ്യസ്ഥമാണ്. എന്തായാലും ഓർബൻ ട്രംപിന്റെ ദീർഘകാല സഖ്യകക്ഷി മാത്രമല്ല, റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്നതിനാൽ സാധ്യതയും വിദൂരമാണ്. പുടിനെ അറസ്റ്റ് ചെയ്തേക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ കരുതുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 3ാം ലോക മഹായുദ്ധം ആ നിമിഷം പൊട്ടിപ്പുറപ്പെടുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.